ഹായ് ഫ്രണ്ട്സ്, നമ്മൾ റെഡിമെയ്ഡായിട്ട് കുർത്തിയോ അതല്ല ഗൗണോ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നല്ല ഇങ്ങനെ ചുരുണ്ടിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ നോർമൽ മെഷീനിൽ ഫുഡൊന്നും ചേഞ്ച് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്കതിന് ആവശ്യമുള്ളത് ഭസ്മം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏത് പൗഡറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം എടുത്തിട്ട് ഒരു സൈഡ് വെക്കുക. എന്നിട്ട് നമുക്ക് ഏത് തുണിയാണോ, സാരിയോ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രോക്കിൻ്റെ അടിഭാഗമൊക്കെ അല്ലേ നമ്മളിങ്ങനെ അടിക്കുക. അപ്പോൾ അങ്ങനെ അതിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സൂചി അതിൽ കുത്തി നിർത്തുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചൂണ്ട് വിരലിലും തള്ളവിരലിലും കൂടി ചെറുതായിട്ട് ഈ പൗഡറോ അല്ല ഭസ്മോ ഒന്ന് തേക്കുക. എന്നിട്ട് ചൂണ്ട് വിരലിനെ തുണിയുടെ അടിയിൽ വെച്ചിട്ട് തള്ളവിരലുകൊണ്ട് തുണീനിങ്ങനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ റോൾ ചെയ്യുമ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒറ്റ തിരിക്കലല്ല, ഒന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴ് പോർഷൻ അങ്ങനെ നല്ല ചുരുണ്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിടക്കും. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചു കൊടുക്കുക. നമുക്ക് റോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അറിയുമ്പോൾ ഒന്നും കൂടി ഈ പറഞ്ഞ പോലെ ഭസ്മോ അതല്ലെങ്കിൽ പൗഡറോ ഒന്ന് തൊട്ടാൽ മതി കയ്യിൽ. അപ്പോൾ ഈ നമ്മൾ സ്കേർട്ട് മുഴുവനും ഇതേപോലെ ഒന്ന് ഭസ്മം തൊടുക. എന്നിട്ട് അതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഒന്ന് റോൾ ചെയ്തിട്ട് ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വലത്തെ കൈയിൽ റോൾ ചെയ്തിട്ട് ഇടത്തെ കൈ കൊണ്ട് അതിനൊന്ന് പിടിച്ച് നിർത്തുക കേട്ടോ. അതായത് ആ റോളൊന്ന് നിവർന്ന് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ബാലൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് ഒന്ന് ഇതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ആ വിരലിൽ ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. ഈ നമ്മൾ വലത്തെ കയ്യിൽ റോൾ ചെയ്യുന്നത് ഇടത്തെ കയ്യിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റോള് വിരിഞ്ഞു പോവാതെ അവസാനം വരെ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര റോളാണോ, അതായത് നമ്മുടെ വിരലുകൊണ്ട് ആ ക്ലോത്തിന് എത്ര റോളാണോ ചെയ്യുന്നത് അത് തന്നെ അവസാനം വരെ അതേപോലെ തന്നെ 3 പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ അവസാനം വരെ ചെയ്യണം. അതല്ല സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ട് റോൾ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നടുഭാഗം വരുമ്പോഴത്തേക്കും 3-4 പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കയറി ഇറങ്ങി ഉണ്ടാവും. നമ്മൾ ഇടുന്ന സ്കേർട്ടായാലും ഗൗണായാലും ഒരുമാതിരി ബോറായിട്ട് കയറി ഇറങ്ങിയ മാതിരി നമുക്ക് തോന്നും. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ നമ്മൾ ഈ വിരലുകൊണ്ട് ക്ലോത്തിന് റോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ അവസാനം വരെ ചെയ്യാം കേട്ടോ. ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻറ്റിമാരെ കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.